നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുള്ള നൃത്ത പരിപാടിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. പരിപാടികൾക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയതിലും നടി ദിവ്യ ഉണ്ണിക്ക് പ്രതിഫലം നൽകിയത് സംബന്ധിച്ചുമെല്ലാം വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകരുതെന്ന് GCDA എസ്റ്റേറ്റ് വിഭാഗം നിലപാടെടുത്തെങ്കിലും അവസാന നിമിഷം ഉന്നത ഇടപെടൽ ഉണ്ടായെന്നാണ് വിവരം. 2025 ഏപ്രിൽ വരെയാണ് സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് നൽകിയത്. കളിക്കായി ടർഫ് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സജ്ജമാക്കിയത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടും സ്റ്റേഡിയം വിട്ടു നൽകാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. കൊച്ചി സ്വദേശി ചെർഷ്യൻ ടാർസനാണ് പരാതി നൽകിയത്. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നും GCDA ചെയർമാനെതിരെ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം സ്റ്റേഡിയം വിട്ടു നൽകിയതിനെതിരെ ബ്ലാസ്റ്റേഴ്സും നിയമ നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് വിവരം. അടുത്ത ഹോം മാച്ചിന് മുമ്പ് സ്റ്റേഡിയത്തിലെ ടർഫ് പരിശോധിക്കും. GCDA എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിലായിരിക്കും സംയുക്ത പരിശോധന. ടർഫിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കിയേക്കും. അതിനിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നടി ദിവ്യ ഉണ്ണിക്ക് 5 ലക്ഷം രൂപയാണ് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഘാടകരുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. നടിക്ക് കൂടുതൽ പണം നൽകിയോ എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. പരിപാടിയുമായി ബന്ധപ്പെട്ട് നടിയെ ചോദ്യം ചെയ്യാനിരുന്നെങ്കിലും അവർ കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. ഈ സാഹചര്യത്തിൽ ഓൺലൈനായിരിക്കും നടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നത്. അതേസമയം പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും MLAയെ ഒന്ന് സന്ദർശിക്കാനോ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്ന വിമർശനവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നടി ഗായത്രി വർഷ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിക്കാൻ നടി തയ്യാറാകാതിരുന്നതെന്നും ദിവ്യ ഉണ്ണി കച്ചവട മാധ്യമ പ്രവർത്തനത്തിന്റെ ഇരയാണെന്നും അവർ വിമർശിച്ചു. മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പേര് മറച്ചുവെച്ചു. കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി. അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി. ഇതിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൗനം പാലിച്ചു. ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായെന്നുമാണ് ഗായത്രി വർഷ പ്രതികരിച്ചത്. CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗായത്രി. മൃദംഗനാദം എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് VIP ഗാലറിയിൽ നിന്നും വീണ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റത്. അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടെയാണ് ദിവ്യ ഉണ്ണി വിദേശത്തേക്ക് പോയത്. സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായ അമേരിക്കൻ പൗരത്വമുള്ള പൂർണിമയെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്.